കുട്ടികളെ, ഇന്ന് നമ്മളിവിടെ നമ്മുടെ 8ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ 8ലെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്ന ബുക്ക് നിങ്ങൾക്കറിയാം, 2 ഭാഗങ്ങളായിട്ടായിരിക്കും അവിടെ ഉണ്ടായിട്ടുണ്ടായിരിക്കുക. ഭാഗം 1, ഭാഗം 2. അപ്പോൾ ഈ 2 ഭാഗങ്ങളിലും ഏതൊക്കെ കണ്ടന്റുകളാണ് ഉള്ളത്, എന്തെല്ലാമാണ് നിങ്ങൾക്ക് ഈ 8ാം ക്ലാസ്സിൽ അടിസ്ഥാന ശാസ്ത്രത്തിൽ പഠിക്കാനുള്ളത് എന്നീ കാര്യങ്ങളാണ് ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. ഇതാണ് നിങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രം എന്ന് പറയുന്ന ബുക്കിലെ ഫസ്റ്റ് പേജ്. നിങ്ങൾ ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്. ഇനി അതിലെ ഉള്ളടക്കത്തിലേക്ക് ഭാഗം 1ന്റെ ഉള്ളടക്കമാണ് ഇവിടെ തന്നിട്ടുള്ളത്. ഈ ഉള്ളടക്കത്തിൽ നിങ്ങൾക്ക് കാണാം ആകെ 9 ചാപ്റ്റേഴ്സ് ആണുള്ളത്. ലാസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് 9ാമത്തെ ചാപ്റ്റർ ആണ്. ഓക്കെ, ഈ 9ാമത്തെ ചാപ്റ്റർ, ഈ 9 ചാപ്റ്ററുകളിൽ 3 ഫസ്റ്റ് ആദ്യത്തെ 3 എന്ന് പറയുന്നത് ഒന്ന് ഏതാ നിങ്ങളുടെ അളവുകളും യൂണിറ്റുകളും എന്ന് പറയുന്നത് ഈ ചാപ്റ്റർ. പിന്നെ ഏതാ ചലനവും ബലവും മർദ്ദം എന്നീ ഈ 3 ചാപ്റ്റർ നമ്മുടെ ഫിസിക്സ് ആണ്. അതായത് ഫിസിക്സ്, നിങ്ങൾക്ക് ഫിസിക്സ് അറിയാനുള്ള ഭൗതിക ശാസ്ത്രം എന്ന് പറയുന്നത്. പിന്നെ 4, 5, 6 4ാമത്തെ ചാപ്റ്റർ മാറ്റങ്ങളുടെ രസതന്ത്രം. പിന്നെ 5 മൂലകങ്ങളും സംയുക്തങ്ങളും. പിന്നെ 6 ലോഹങ്ങളും അലോഹങ്ങളും. ഈ 3 ചാപ്റ്റർ എന്താ, കെമിസ്ട്രിയാണ്. കെമിസ്ട്രി എന്ന് വെച്ചാൽ രസതന്ത്രം. ഓക്കെ, പിന്നെ 7, 8, 9 എന്ന് പറയുന്ന ഈ 3 ചാപ്റ്ററുകൾ ഏതാണ്, നമ്മുടെ ബയോളജിയാണ്. ബയോളജിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് ജീവശാസ്ത്രം, നട്ടു നനയ്ക്കാൻ നന്മകൾ കൊയ്യാം, ജീവന്റെ ഉത്ഭവം, ജീവികളുടെയും പിന്നെ അതുപോലെ കോശങ്ങളും കോശജാലകങ്ങളും. ഈ ഒരു സ്ലൈഡിൽ നിങ്ങളുടെ ഈ ഫിസിക്സ് എന്ന് പറയുന്ന ഭാഗമുണ്ടോ, അളവുകളും യൂണിറ്റുകളും. ഇതാണ് ഫിസിക്സിലെ ഫസ്റ്റ് ചാപ്റ്റർ, അളവുകളും യൂണിറ്റുകളും. പിന്നെ സെക്കൻഡ് ചാപ്റ്റർ ചലനവും ബലവും. തേർഡ് ചാപ്റ്റർ മർദ്ദം. ഈ 3 ചാപ്റ്ററാണ് ഭാഗം 1 ഫിസിക്സിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഇനി അടുത്ത ഭാഗം 2ലേക്ക് വരികയാണെങ്കിൽ, ഇനി നമ്മളുടെ 2ാം ഭാഗമാണ് ഡിസ്കസ് ചെയ്യുന്നത്. 2ാം ഭാഗത്തിലേക്ക് വരികയാണെങ്കിൽ നേരത്തെ കണ്ടതുപോലെ തന്നെ 9 ചാപ്റ്റേഴ്സ് തന്നെയാണ് നിങ്ങൾക്ക് 2ാം ഭാഗത്തിൽ പഠിക്കാനുള്ളത്. അതിൽ ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത്, ആദ്യത്തെ 3 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ ഫിസിക്സുമായി, അതായത് ഭൗതിക ശാസ്ത്രവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ഭാഗം 1 പറഞ്ഞതുപോലെ തന്നെ 2ാമത്തെ 3 ചാപ്റ്റേഴ്സ്, 2ാമത്തെ സെറ്റിൽ ഉള്ള 3 ചാപ്റ്റേഴ്സ് എന്ന് പറയുന്നത് കെമിസ്ട്രിയാണ്, രസതന്ത്രം. ഓക്കെ, 3ാമത്തെ സെറ്റ് എന്ന് പറയുന്നത് ബയോളജി, അതായത് ജീവശാസ്ത്രം. ഇവിടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞാനിവിടെ എടുക്കുന്നത് ഏതാണ്, ഫിസിക്സ് ആണ്, ഭൗതിക ശാസ്ത്രം. അപ്പോൾ നമുക്ക് ആദ്യം നമ്മൾ ഇടുന്ന വീഡിയോസ് ഒക്കെ ഫിസിക്സുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. ശേഷമാണ് കെമിസ്ട്രിയും ബയോളജിയിലേക്കൊക്കെ നമ്മൾ കടക്കുക. ഫിസിക്സ് എന്ന് പറഞ്ഞാൽ ഭൗതിക ശാസ്ത്രം. അതിൽ ഭാഗം 2ൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത് സ്ഥിത വൈദ്യുതി, നമ്മുടെ വൈദ്യുതിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. സ്ഥിത വൈദ്യുതിയാണ്. പിന്നെ കാന്തികതയും വൈദ്യുതിയും, നമ്മുടെ മാഗ്നറ്റ് അല്ലെ, മാഗ്നറ്റും ഇലക്ട്രിസിറ്റിയും തമ്മിലുള്ള റിലേഷൻ കാണിക്കുന്ന ഒരു ചാപ്റ്ററാണ്. പിന്നെ ഗോളീയ ദർപ്പണങ്ങൾ, അതായത് ദർപ്പണങ്ങൾ, മിറേഴ്സ്. നിങ്ങൾക്ക് ദർപ്പണങ്ങളൊക്കെ അറിയാലോ, നിങ്ങൾ രാവിലെ മുഖം നോക്കാനൊക്കെ നോക്കുന്ന കണ്ണാടികൾ അതൊക്കെ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ മിറേഴ്സ്, അതുമായി ബന്ധപ്പെട്ട് ഏതൊക്കെ ഗോളീയ ദർപ്പണങ്ങളാണ് നിങ്ങൾക്ക് ഇവിടെ പഠിക്കാനുള്ളത്, കോൺവെക്സ്, കോൺകേവ്, ഈ കാര്യങ്ങളൊക്കെയാണ് നമ്മുടെ ഈ ഭാഗം 2ൽ നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ടോട്ടൽ 18 ചാപ്റ്റേഴ്സ് ആണ് നിങ്ങളുടെ അടിസ്ഥാന ശാസ്ത്രത്തിൽ പഠിക്കാനുള്ളതെങ്കിലും ഭൗതിക ശാസ്ത്രത്തിൽ 6, കെമിസ്ട്രിയിൽ അതായത് രസതന്ത്രത്തിൽ 6, ജീവശാസ്ത്രം അതായത് ബയോളജി ഇതിൽ 6, ഇങ്ങനെയാണ് ചാപ്റ്റേഴ്സുകൾ അവർ ഡിവൈഡ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി അടുത്ത വീഡിയോസ് മുതൽ നമ്മൾ ഇതിലെ ഓരോ ചാപ്റ്റേഴ്സും ഡീറ്റെയിൽ ആയിട്ട് നോക്കുന്നതാണ്. ഇത് നിങ്ങളുടെ പരിഷ്കരിച്ച്, അതായത് പുതുതായിട്ട് ഇപ്പോൾ 2024, 25, 26 നിങ്ങൾക്ക് നിങ്ങളുടെ SCERT ഒന്ന് പരിഷ്കരിച്ചു അല്ലെ, ആ ഭാഗങ്ങളാണ് ഞാനിവിടെ ക്ലാസ് ആയിട്ട് ഇടാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ.